മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതി പരിശോധന നടത്തുകയാണ്. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധന നടത്തുന്നത്. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, സ്പിൽവേ, ഗാലറികൾ എന്നിവ പരിശോധിക്കും. രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ. രാഹുൽ, ഇതൊരു പതിവ് പരിശോധനയാണോ? ഇത് എന്തൊക്കെയാണ് ഇതിൽ പരിശോധനയിൽ വരിക? പരിശോധന തുടരുകയാണോ ഇപ്പോഴും? ശ്രുതി, രാവിലെ 11 മണിയോടുകൂടിയാണ് മുല്ലപ്പെരിയാർ ഉപസമിതി തേക്കടിയിൽ എത്തിയത്. അതിനുശേഷം തേക്കടി ബോട്ട് ലാൻഡിംഗിൽ നിന്നും ബോട്ട് മാർഗമാണ് പ്രധാന അണക്കെട്ടിലേക്ക് പോയത്. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, അതുകൂടാതെ ഗാലറികൾ എന്നിവയാണ് പരിശോധിക്കുന്നത്. ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാനായിട്ടുള്ള അനിൽ ജെയിന്റെ അധ്യക്ഷതയിലുള്ള 7 പേരടങ്ങുന്ന സംഘവും അതുകൂടാതെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമാണ് ഈ സംഘത്തിലുള്ളത്. പ്രധാനമായും കാരണം ഒരു മാസം മുമ്പ് അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ 134.80 അണക്കെട്ടിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുടെ ആവശ്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ മാസം ഈ വർഷം തന്നെ മാർച്ച് 22-നായിരുന്നു അവസാനമായി ഈ മേൽനോട്ട സമിതി ഇവിടെ എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തത്. ഇനിയിപ്പോൾ വീണ്ടും തുലാവർഷം ശക്തമാവുകയാണ്. ആ ഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള നടപടികൾ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ടി വരുമോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി മധുരയിൽ വിശദമായുള്ള ചർച്ചയും ഇതിനുശേഷം നടക്കുന്നുണ്ട്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.